ഹലോ, നല്ല നാടൻ സ്റ്റൈലിൽ ഒരു കക്ക ഇറച്ചി തോരൻ റെഡിയാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള 250 ഗ്രാം കക്ക ഇറച്ചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വളരെ കുറച്ചളവിൽ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകോ, ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്, ഒരു 4 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കൂടെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വരേണ്ട ആവശ്യമില്ല, ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പാണ്. അത് ഈ കക്കയിറച്ചിയുടെ മുകളിലേക്കായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഇളക്കുന്നില്ല. ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്നത് പോലെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു വെച്ച് വേവിക്കരുത്. ഇടയ്ക്ക് നിങ്ങളിത് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. നിങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം തേങ്ങയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കക്കയിറച്ചി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കിടില ഐറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.